സാറിൽ നിന്ന് തുടങ്ങാം. ഈ സദസ്സിനോട് സാറിന് ഔപചാരികമായിട്ട് പറയാൻ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഡോക്ടർ മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഈ സാമൂഹികമായ പ്രതിബദ്ധതകളുടെ വിഷയങ്ങളിൽ വളരെ ഊന്നി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹികമായ നിരക്കാത്ത കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ അദ്ദേഹം ശക്തമായിട്ട് ഇടപെടുന്ന വ്യക്തി. അഭിപ്രായങ്ങളിൽ പ്രൊഫഷണൽ എത്തിക്സ് അത്രയും കീപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടർ. അതെ അതെ തീർച്ചയായിട്ടും. സാർ ഇത് ഡോക്ടേഴ്സ് ആകാൻ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. സോ ഇവർക്ക് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സന്തോഷം. എല്ലാ ഡോക്ടർമാരാകാൻ കച്ചവടത്തിരിക്കുന്ന എല്ലാ യുവ ഹൃദയങ്ങൾക്കും ആദ്യമേ ആശംസ, മികച്ച ജീവിത വിജയത്തിലൂടെ എല്ലാ ആശംസയും തരികയാണ്. ഡോക്ടർ എന്ന് പറയുന്നത് വെറും ഒരു കൺസൾട്ടിംഗ് റൂമിൽ മാത്രം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെല്ലാം വിശ്വസിക്കുന്നതാണ്. ഡോക്ടറുടെ ഈ കൺസൾട്ടിംഗ് റൂമിലാണെങ്കിലും അദ്ദേഹം ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന യന്ത്രവുമല്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ്, കാരണം ഒരു കൺസൾട്ടിംഗ് റൂമിൽ ഡോക്ടറുടെ മുമ്പിൽ ആറാടുന്ന ഒരു നാടകം എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ ആരംഭിച്ച് അവിടെ വളർന്ന് വികസിച്ച് അത് കൺസൾട്ടിംഗ് റൂമിൽ അതിൻ്റെ അവസാനത്തെ രംഗം ആടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 35-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരു പൊണ്ണത്തടിയനായ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവൻ അതിലേക്കുള്ള യാത്ര തുടങ്ങിയൊരു 15 കൊല്ലം മുമ്പായിരിക്കാം. പഠിക്കുന്ന കാലത്ത് കണ്ടമാനം ഭക്ഷണം കഴിക്കുകയും ജങ്ക് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുകയും കുറേ സ്ട്രെസ് ഉണ്ടാവുകയും വെറുതെ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവസാനത്തെ രംഗമാണ് ഡോക്ടർ റൂമിൽ. അതുകൊണ്ട് ഡോക്ടർ കൺസൾട്ട് റൂമിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കാതുകളും കൺസൾട്ടിംഗ് റൂമിൻ്റെ പുറത്താണ്. അപ്പോൾ കൺസൾട്ടിംഗ് റൂമിൻ്റെ പുറത്താണ് അദ്ദേഹം വ്യാപരിക്കേണ്ട മനസ്സുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഞാൻ നീട്ടുന്നില്ല, ബാക്കിയുള്ള കാര്യത്തിൽ സംസാരിക്കാനുണ്ട്, വഴിയിൽ ചാൻസ് കിട്ടും പറ്റി പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. കാരണം സമൂഹത്തിന് ആവശ്യമായ ആരോഗ്യ വിദ്യാഭ്യാസമായാലും ദിശാബോധവും ഉൾക്കാഴ്ചകളും ദീർഘക്കാഴ്ചകളും എല്ലാം നൽകാൻ ഡോക്ടർക്ക് അന്യഥാ വിധിയുണ്ട്, അതിനുള്ള യോഗമുണ്ട്, അതിനുള്ള നിയോഗമുണ്ട്, അതിനുള്ള നിഷ്കർഷയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഡോക്ടർമാരാകാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ തന്നെ അവർ നേരത്തെ നിങ്ങളുടെ ആശംസാ പ്രസംഗത്തിൽ ഒരു അധ്യാപകൻ ആ ഭാഗം പരാമർശിക്കുകയുണ്ടായി. ഈ സമൂഹം എന്ന് പറയുന്ന വലിയ പാഠപുസ്തകം മറന്നുകൊണ്ട് നമുക്ക് ഈ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ മാത്രം നമുക്ക് നല്ല ഡോക്ടറാകാൻ പറ്റില്ല. ഏറ്റവും മികച്ച പുസ്തകം എന്ന് പറയുന്നത് സമൂഹമാണ്. സമൂഹത്തിലുള്ള അതിനുള്ളിൽ ഉൾപ്പിരിവുകൾ, അതിനുള്ള അടിസ്ഥാന അന്തർനാടകങ്ങൾ, അന്തർധാരകളെല്ലാം, അണ്ടർ കറൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ വ്യഥകളെയും വേപതുക്കളെയും വ്യാകുലതകളെയും എല്ലാം അറിയുന്നത്, മനുഷ്യൻ്റെ ഭാവങ്ങളും ബന്ധങ്ങളും ഒക്കെ അറിഞ്ഞാൽ ആ പ്രമുഖമാവുന്ന പുസ്തകത്തിൽ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കൺസൾട്ട് റൂമിലിരിക്കുന്ന ഡോക്ടർക്ക് തൻ്റെ ധർമ്മം, തൻ്റെ പങ്ക് വളരെ മനോഹരമായി അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ റൈറ്റിങ്ങിനോടൊപ്പം തന്നെ ആ രോഗിയെ ചുറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള താക്കോലുകൾ കൂടി ഡോക്ടറുടെ കയ്യിലുണ്ട് എന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത ഡോക്ടറിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ഞാനും അരുണായിട്ടും പറഞ്ഞ പോലെ കോഴിക്കോടിലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്ത ഡോക്ടേഴ്സാണ്, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ദയവ് ചെയ്ത് ഇവരുടെ സെഷൻ സമയത്ത് നിങ്ങൾ ചുമ്മാ സംസാരിച്ച് കളയരുത്, ഈ ഒരു സമയം കളയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് നിൽക്കുന്ന, നമ്മുടെ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുന്നവരെ കൂടെ ഈ ഒരു സദസ്സിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, ഇവിടുത്തെ മുൻ വിദ്യാർത്ഥികളായാലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗോൾഡൻ ചാൻസ് ആണ്. അത് മിസ് ചെയ്യരുത് എന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യണം പ്ലീസ്. സോ നെക്സ്റ്റ് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ സർ. നമസ്കാരം. ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയണം.